അതെ, ഒരു കാര്യത്തിൽ അഖിൽമാരോട് ഞാൻ 100% യോജിക്കുന്നുണ്ട്. ഈ പ്രഗ്നൻസി ഡെലിവറിയൊക്കെ ലേഡീസിന് ഭയങ്കര എൻജോയ്മെൻ്റ് ഉള്ള കാര്യമാണ്. പക്ഷെ ഒരു ഡൗട്ടുള്ളൂ, അത് നമുക്കാണോ, പ്രസവിക്കുന്നത് നമുക്കാണോ, അതോ നമ്മുടെ ചുറ്റുമുള്ളവർക്കാണോ എന്ന് മാത്രം. ഒരു 15 തവണ ഈ കഥ ഞാൻ ജിതിനോട് പറഞ്ഞിട്ടുണ്ട്. 16ാമത്തെ തവണ പറയാൻ തുടങ്ങിയപ്പോൾ ജിതിൻ എന്നോട് പറഞ്ഞു, ഇനി നീ പറഞ്ഞാൽ നിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. അതുകൊണ്ട് ഈ കഥ ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് കേട്ട് കേട്ട് മടുത്ത കഥകളൊക്കെ ആയിരിക്കും. ഒരു ആദ്യത്തെ കണ്ടിന്യൂസ് ഒരു 3-4 മന്ത്സ് ഉള്ള ഛർദി, അത് കഴിഞ്ഞ് എനിക്കൊരു 5 മന്ത് തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് കോഫ് ഉണ്ടായിരുന്നു. അത് ഡെലിവറി കഴിഞ്ഞ് ഒരു 2 മന്ത്സും കൂടി ഉണ്ടായിരുന്നു. എൻ്റെ സന്തത സഹചാരി പോലെ ഫുൾ ടൈം ചുമച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ പലവിധ എൻജോയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് 6 മാസം 7 മാസം ആയപ്പോൾ തൊട്ട് വയറ് വീർത്ത് വന്ന് എനിക്കിരിക്കാൻ വയ്യ, നടക്കാൻ വയ്യ, കിടക്കാൻ വയ്യ എന്നുള്ളൊരു സ്റ്റേജായി. അങ്ങനെയൊക്കെ കഴിഞ്ഞ് റിയൽ എൻജോയ്മെൻറ്റ് തുടങ്ങുന്നത് നമ്മൾ ഡെലിവറിക്ക് പോകുമ്പോഴാണ്. ഈ എൻ്റെ കുടുംബത്തിൽ കുറച്ച് നേഴ്സുമാരുള്ളതുകൊണ്ട് ലേബർ തിയേറ്ററിൽ ഇങ്ങനെ ത്രില്ലിംഗ് ആയിട്ടുള്ള കഥകളൊക്കെ കുറേ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മളിതൊക്കെ റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുമ്പോൾ കുറച്ച് പേടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ തലേ ദിവസം ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അത് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. പക്ഷെ എന്നാലും നാളെ നമുക്കൊരു കൊച്ചിനെ കിട്ടും, നമ്മളൊരു അമ്മയാവുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളതൊക്കെ അങ്ങ് സഹിക്കും. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. അന്ന് രാവിലെ 6 മണിക്ക് തന്നെ പെയിൻ ഇൻഡ്യൂസ് ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞു. അപ്പം ഞാൻ വളരെ കാവടി തുള്ളി പെയിൻ ഇൻഡ്യൂസ് ചെയ്യാനൊക്കെ പോയി. പക്ഷേ ആ തിരിച്ച് പോയ ആവേശമൊന്നും തിരിച്ചു വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. പെയിൻ പതുക്കെ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളോട് പറയും നല്ല വേദന വന്നു കഴിയുമ്പോൾ റൂമിലോട്ട് ചെല്ലണമെന്നും പറഞ്ഞായിരിക്കും വിടുന്നത്. മുടിയൊക്കെ 2 സൈഡിൽ പിന്നിട്ടു. ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയെ നിൽക്കാൻ വയ്യാത്തൊരവസ്ഥ വന്നു. അപ്പോൾ എന്നെ എല്ലാവരും കൂടെ പിടിച്ച് ലേബർ തിയേറ്ററിൽ കൊണ്ടുപോയി. ഞാനവിടെ ചെന്നപ്പോഴത്തേക്കും അന്ന് എൻ്റെ കൂടെ വേറെ 2 പേരും കൂടെ ഉണ്ടായിരുന്നു ഡെലിവറിക്ക്. അവർ ഓൾറെഡി നല്ല കരച്ചിൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അവരുടെ കരച്ചിൽ കേട്ടപ്പോഴേ തന്നെ ഞാൻ ഈ 10 മാസം കൊണ്ട് സംഭരിച്ച് വെച്ച് എൻ്റെ ധൈര്യമൊക്കെ ഒരു സൈഡിൽ കൂടെ ചോർന്നു പോയി തുടങ്ങി. പക്ഷെ എന്നാലും ഞാൻ അവിടെ പോയി കിടന്നു. നല്ല വേദന ഇടയ്ക്ക് വരും. പിന്നെ തലേ ദിവസം ഇത് കുറച്ച് നല്ല ടെൻഷനായിരിക്കുമല്ലോ നമുക്ക്. അപ്പോൾ ശരിക്കും ഉറങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കോൺട്രാക്ഷൻ പെയിൻ വരുന്നതിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത്, അത് ഒരു 2 മിനിറ്റൊക്കെ പെയിൻ വന്ന് നമുക്ക് ഒരു അടുത്ത 2 മിനിറ്റൊക്കെ ഗ്യാപ്പ് കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വിശ്വാസം എൻ്റെ ബോധം പോകുന്നതാണെന്ന്. പക്ഷെ ചില അസൂയാലുക്കൾ പറഞ്ഞു ഞാൻ ലേബർ തിയേറ്ററിൽ പോയി കിടന്ന് ഉറങ്ങിയതാണ്. എന്താണെങ്കിലും ഈ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് അങ്ങ് സഹിക്കാൻ പറ്റാത്ത വേദനയായി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ പെയിനൊക്കെ മറന്നു പോകുന്നതാണ് പറയുന്നത്. പക്ഷേ എങ്ങനെ മറന്നു പോയാലും വീണ്ടും ഈ വഴിക്ക് വരരുതെന്ന് ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നല്ല പെയിൻ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റുന്നൊരു പെയിനല്ല, ഡോക്ടർ ഒന്ന് വരട്ടെ, ഡോക്ടർ വരുമ്പോൾ തന്നെ ഡോക്ടറിനോട് പറയാം എന്നെ ഇപ്പോൾ തന്നെ സിസേറിയൻ ചെയ്യാൻ. ഇതെന്താണെങ്കിലും കഴിയാതെ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ ഞാനൊരു 15 മിനിറ്റോളം കിടന്നു. അപ്പോൾ ഡോക്ടർ വന്നു. ഡോക്ടർ വന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്തുണ്ടായിരുന്ന പുള്ളിക്കാരി ചാടി പറഞ്ഞു, ഡോക്ടർ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, എന്നെ സിസേറിയൻ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇനി ആ പുള്ളിക്കാരുടെ സിസേറിയൻ ചെയ്ത് കഴിഞ്ഞിട്ടാണല്ലോ എന്നെ ചെയ്യുള്ളൂ, അപ്പോൾ ഞാൻ ഇനിയും വേദന സഹിക്കണമല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരുന്നപ്പോൾ ആ ഡോക്ടർ ചാടി പറഞ്ഞു, ഓക്കെ എനിക്കൊരു 4 o'clock വരെ പോസ്റ്റ് ചെയ്ത സർജറി ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രസവിച്ചില്ലെങ്കിൽ സർജറി ചെയ്യാമെന്ന്. അപ്പോൾ സമയം 8:30 ആയിട്ടുള്ളൂ. 4 മണി വരെ ആ വേദന സഹിച്ച് കിടക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലായി C-section നടപ്പുള്ള കാര്യമല്ല, അവിടെ കിടന്ന് വേദന എടുക്കണമെന്ന്. ഇവരുടെ കരച്ചിലൊക്കെ കണ്ട് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് അങ്ങ് ഒച്ചത്തിൽ കരയാൻ പറ്റിയില്ല. പിന്നെ ആകെ ഒരു ക്ഷീണം, ഞാനങ്ങ് മടുത്ത് സൗണ്ട് പോലും ഉണ്ടാക്കാതെ അവിടെ കിടന്ന് വേദനയൊക്കെ സഹിച്ച് പിടിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതിനിടയ്ക്ക് പലതവണ നഴ്സുമാർ വന്ന് എന്നോട് പറയണ്ടായിരുന്നു, മോളെ അവരെ നോക്ക്, അവർക്കൊക്കെ നല്ല പെയിൻ വന്നു, മോള് ദൈവത്തോട് പ്രാർത്ഥിക്കുക നല്ല വേദന വരാനുണ്ട്. നല്ല വേദന ഉള്ളപ്പോൾ ഇനിയും പെയിൻ വരാൻ പ്രാർത്ഥിക്കാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. അപ്പം ഞാൻ അതൊക്കെ സഹിച്ച് അവിടെ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങ് തീരെ പറ്റില്ലാണ്ടായപ്പോൾ ഞാൻ നഴ്സിനോട് പറഞ്ഞു എനിക്ക് എന്തോ പറ്റി, എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു, ആണോ ദേ ഡെലിവറി ആവാറായി, മോളെന്ത് ഇത്ര നേരം പറയാതിരുന്നേ, ഓക്കെ ഈ പെയിൻ കഴിയുമ്പോൾ മോൾ ചാടി ആ ടേബിളിലോട്ട് പോകുന്നൊക്കെ പറഞ്ഞു. അത്രയും വേദന എടുത്ത് അനങ്ങാൻ തിരിയാൻ പറ്റാതെ കിടക്കുന്ന എന്നോട് അവർ അടുത്ത ടേബിൾ വരെ പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കും ഇവരെന്ത് മനസ്സാക്ഷിയില്ലാത്ത ആൾക്കാരാണ്. പക്ഷേ ആ ഒരു പെയിൻ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഓക്കെ ആവും. ഞാൻ ചാടി എഴുന്നേറ്റ് നടന്ന് അപ്പുറത്തെ ടേബിളിൽ പോയി കിടന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത്ര നേരം എനിക്ക് കരയാനൊരു അവസരം കിട്ടില്ല, ഇനി ആവട്ടെ ശരിക്കൊന്ന് കരയണമെന്ന് വിചാരിച്ച് ഞാൻ ഒക്കെ സെറ്റായിട്ട് നിന്നു. അപ്പോൾ അടുത്ത പെയിൻ വന്നു. അപ്പോൾ അവരെന്നോട് നന്നായിട്ട് പുഷ് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഹാന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവർ ചാടി പറഞ്ഞു, നോ കരയരുത്, കരഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ എനർജി ഫുൾ ആ വഴിക്ക് അങ്ങ് പോകും, അപ്പോൾ നല്ല എനർജിയോടെ പുഷ് ചെയ്യണമെങ്കിൽ നീ വാ അടച്ചു വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഗൈസ് എനിക്കൊന്ന് കരയാനുള്ളൊരു അവസരം പോലും കിട്ടിയില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് കൊച്ചിനെ കണ്ടപ്പോൾ എല്ലാ അമ്മമാരും പറയുന്ന പോലെ കൊച്ചിൻ്റെ മുഖം കണ്ടപ്പോൾ ഞാൻ ആ വേദന മൊത്തമൊന്നും മറന്നുപോയില്ല. ഒരു മാസത്തേക്കൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത്ര ഓർമ്മയില്ലെങ്കിലും എന്നാലും കുറേ എൻജോയ്മെൻ്റ് ഉള്ളൊരു പ്രോസസ്സായിരുന്നു അത്. ഇതിലും വലിയ എൻജോയ്മെൻ്റ് ആയിരുന്നു 2ാമത്തെ കുട്ടിയുടെ ഡെലിവറി. അത് ഞാൻ വേറൊരു ദിവസം പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.